ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം ഒരു അവസരം കൂടെ ദാനമായി തന്നല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നമ്മൾ തുടർമാനമായി ചിന്തിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മത്തായി 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ഇന്ന് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചുവന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കെ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. I'm going to read it in English as well. You have heard that it was said, we are reading from Matthew chapter 5 verses 27. You have heard that it was said, you shall not commit adultery. But I say to you that everyone who looks at a woman with lust for her has already committed adultery with her in his heart. If your right eye makes you stumble, tear it out and throw it from you. For it is better for you to lose one of the parts of your body than for your whole body to be thrown into hell. If your right hand makes you stumble, cut it off and throw it from you. For it is better for you to lose one of the parts of your body than for your whole body to go into hell. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. കൊലപാതകത്തെപ്പറ്റി കർത്താവ് പറയുന്നു, നീ ഒരാളെ കൊലപാതകം ചെയ്തില്ല, പക്ഷേ നിനക്ക് ദേഷ്യമുണ്ടായാൽ, നീ മൂടാന്ന് വിളിച്ചാൽ, ഗുണമില്ലാത്തവനെന്ന് വിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരുന്നു. കൊലപാതകം പോലെ പക വെച്ചുകൊണ്ടിരുന്നാൽ നീ കുറ്റക്കാരനായിത്തീരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ഇതുപോലൊരു കുറ്റമാണ് ഈ വ്യഭിചാരത്തെപ്പറ്റിയും യേശു കർത്താവ് ഇവിടെ പറയുന്നു. അപ്പോൾ ഇത് മെയിൻലി ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് പുരുഷന്മാരോടാണ് പറഞ്ഞേക്ക്. അപ്പം സ്ത്രീകളെ ചിന്തിക്കുക, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കിത് ശാന്തമായി നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാം. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനെപ്പറ്റി വായിക്കുമ്പോഴൊക്കെ മോഡേൺ സൊസൈറ്റിയിൽ ആൾക്കാരിങ്ങനെ മുഖം ഇങ്ങനെ കണ്ണു തള്ളിയിട്ടുണ്ട്. ഹൗ ക്യാൻ യു, എങ്ങനെ ഇത് ഇങ്ങനെ സാധിക്കും? ഒരു സ്ത്രീയെ നോക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതൊക്കെ ചുമ്മാതല്ലേ? ഇതൊക്കെ എന്തിനാണ് ഈ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആർക്ക് കഴിയും ഇങ്ങനെ ജീവിക്കാൻ? ഇത് ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ പറ്റാത്തൊരു കാര്യം ദൈവം എഴുതി വെക്കൂ? അല്ല യേശുക്രിസ്തു നമ്മളോട് പറയുമോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം യേശുക്രിസ്തു ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചൊന്ന് പഠിക്കാം. പഴയ നിയമത്തിൽ പുറപ്പാട് ദിവസം നമുക്കറിയാം 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. യു ഷാൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി. വളരെ സ്ട്രിക്റ്റായിട്ട് കർത്താവ് ദൈവം പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യുന്നവനെ കൊല്ലണം, ഗിൽറ്റി. അത്ര ശക്തമായ ഭാഷയിലാണ് പഴയ നിയമത്തിൽ വ്യഭിചാരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും യേശുക്രിസ്തു പറയുന്നു, ആക്ഷനും അതിനേക്കാൾ ഉപരിയായി അതിൻ്റെ ചിന്ത തന്നെ തെറ്റാണ്, ദൈവസന്നിധിയിൽ തെറ്റാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഓഫ് ദ നാച്ചുറൽ നോർമൽ ഡിസയർ. ഏതൊരു പുരുഷനും ഒരു സ്ത്രീയെ കാണുമ്പോൾ നോക്കിയെന്നിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്. മനുഷ്യനെ ദൈവം അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് അബൌട്ട് എ മാൻ ഹു ഡെലിബറേറ്റ്ലി ഇൻ ദ ഇന്റൻഷൻ ഓഫ് ലസ്റ്റിംഗ് ആൻഡ് ലുക്കിംഗ് അറ്റ് എ വുമൻ, deliberately uses his eyes to awaken his lust, deliberately trying to stimulate his lust. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മനഃപൂർവ്വമായി മോഹിക്കേണ്ടതിന് അവളുടെ ശരീരത്തെ നോക്കുകയും അവളെ നോക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യത്തെ പറ്റിയാണ്, ഡെലിബറേറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് യേശു കർത്താവ് പറയുന്നത്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ യൗവനക്കാരനായിരുന്നപ്പോൾ ഒരു ക്യാമ്പിൽ ഒരു ദേവദാസൻ പറഞ്ഞ് ഇപ്രകാരം ഓർക്കുന്നു, ദ സെക്കൻഡ് ലുക്ക് കോസസ് സിൻ. ദ സെക്കൻഡ് ലുക്ക് കോസസ് സിൻ. നമ്മൾ നോക്കും, പക്ഷെ രണ്ടാമത് വീണ്ടും ഒന്ന് നോക്കുമ്പോഴാണ് അത് മോഹമായി തീരാൻ സാധ്യതയുള്ളത് എന്നൊരു ദേവദാസൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും. എങ്ങനെയാണ് പാസ്റ്റർ ഇതൊക്കുന്നത്? നിങ്ങൾക്കും ഇല്ലേ വിചാരങ്ങൾ എന്നൊക്കെ
ആൾക്കാർ പറയാറുണ്ട്. ശരി തന്നെ, എല്ലാവർക്കും ഉണ്ട് ഇത്. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നു ഇതിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ, അതിന് വേറെ ഓപ്ഷൻ ഇല്ല. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് രാത്രികാലം നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം, അഡ്വർടൈസ്മെന്റ്, മീഡിയ പണ്ടത്തെ കാലത്തെക്കാളും ഒത്തിരി എക്സ്പോസ്ഡ് ആയിട്ടൊരു കാലഘട്ടമാണിന്ന്. ഇന്റർനെറ്റൊക്കെ വളരെ ഉണ്ട്. അതുപോലെ പത്രങ്ങൾ പോലും നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിലാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം. ഏതൊരു സാധനത്തിനും അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിലും അർത്ഥനഗ്നയായ ഒരു സ്ത്രീയെ കാണിച്ചിട്ടാണ് കമ്പനിക്കാർ പോലും പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ ആൾക്കാരത് വാങ്ങിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ കൊണ്ട് അങ്ങനെ തന്നെ എല്ലാം കൊണ്ടും മലീനസമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന അതിൻ്റെ 29-30 വാക്യങ്ങളിൽ പറയുന്നത്, നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ഒരു സർജറി ചെയ്യാനായിട്ടാണ് കർത്താവ് പറയുന്നത്. ആക്ച്വലി അങ്ങനെ ഫിസിക്കലി ചെയ്യുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ കർത്താവ് പറയുന്നത് യു നീഡ് ടു ടേക്ക് എൻ എക്സ്ട്രീം സ്റ്റെപ്പ് ടു ഫൈറ്റ് ദ ലസ്റ്റ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ വാക്കിന് ഇടർച്ച എന്ന് പറയുന്നതിന് 2 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവിടെ ഒരു കമന്ററി പറഞ്ഞിരിക്കുന്നത്, ഒരു ആൾ നടന്നു പോകുമ്പോൾ ഒരു കല്ല് അറിയാതെ കല്ലിൽ തട്ടി വീഴുന്നു. രണ്ടാമത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു കയർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവൻ കണ്ടില്ല, ഇവൻ അതേ തട്ടി താഴോട്ട് വീഴുന്നു. മറ്റൊരു വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ ഇങ്ങനെ വഴി നടന്നു പോകുമ്പോൾ ഒരു കുഴിയാണ്. പക്ഷെ കുഴി കാണാതിരിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് ഇങ്ങനെ ഇലകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ ശ്രദ്ധിക്കുന്നില്ല, ഇവനവർക്ക് നല്ല റോഡല്ലേ, നടന്നു പോയപ്പോൾ ഈ കുഴിക്കകത്ത് വീഴുന്നു. അതാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ബെയ്റ്റ് ആൻഡ് എ ട്രാപ്പ്. അതാണ് ഇടർച്ച വരുത്തുന്നത്. കണ്ണിടർച്ച വരുത്തുന്നെങ്കിൽ, അപ്പോൾ ഈ കണ്ണ് ഇടർച്ച വരുത്തുന്ന ഒരു സാധനമാണ്. കണ്ണിക്കൂടെ ആണ് ഇത് ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. സോ വി നീഡ് ടു ഡീൽ വിത്ത് ഇറ്റ് റൂത്ത്ലെസ്ലി ടു ബി റൂട്ടഡ് ഔട്ട് ഓഫ് അവർ ലൈഫ്. കാരണം ഇത് നമ്മളത് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി അതൊരു ഹാബിറ്റായി മാറും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ അതിലേക്ക് വലിക്കുന്നത്, പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതിനെയെല്ലാം റൂട്ട് ഔട്ട് ചെയ്ത് കളയണം, അതിനെയെല്ലാം എടുത്തു മാറ്റണം. അത് ചിലപ്പോൾ ഇന്റർനെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകെട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെയിലുള്ള സംസാരങ്ങളായിരിക്കാം. അതിനെല്ലാം റൂട്ട് ഔട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അതിനെ മുറിച്ച് കളയണം, സർജറി ചെയ്യണമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ആമേൻ. ഇത് നമ്മുടെ അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണിനെ പറ്റിയാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഐ ഗേറ്റിൽ കൂടെയാണ് ഇത് ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ ഐ ഗേറ്റ് അടച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ അടച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടി വീഴും. അപ്പോൾ നമ്മളെപ്പറ്റി പറഞ്ഞെങ്കിൽ ഈ ഐ ഗേറ്റ് അടയ്ക്കേണ്ടപ്പോൾ അടയ്ക്കുക, തുറക്കേണ്ടപ്പോൾ തുറക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ഹാർഡസ്റ്റ് തിങ്. ബട്ട് സ്റ്റിൽ ചില ആൾക്കാർ, ആദിമ ഭക്തന്മാരൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ലോകത്തിൽ നിന്നെല്ലാം ഇപ്പൊ സന്യാസിമാരുണ്ട്, വലിയ വലിയ ഒത്തിരി ഭക്തന്മാരായിട്ട് ജീവിച്ച ആൾക്കാർ, അവര് പറഞ്ഞു ഈ സമൂഹത്തെല്ലാം ദോഷമാണ്, അതുകൊണ്ട് മാറി താമസിക്കാം എന്ന്. മരുഭൂമിയിലൊക്കെ പോയി താമസിച്ചുള്ളവരുടെ ചരിത്രം 1-2 പേരുടെയൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ അവരെല്ലാം അവിടെ പോയെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സന്യാസ ജീവിതം നയിച്ചാൽ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചാൽ പറ്റിയിട്ടില്ല. വർഷങ്ങൾ അങ്ങനെ ജീവിച്ചവർക്കും ഇതിനെ ജയിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ ഒരിടത്ത് വായിക്കുകയുണ്ട്. ചിലർ പറയാം ഓക്കെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയില്ല എന്ന് പറയുന്തോറും ഇതിനെ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നടക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ജയിക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ 1-2 വാക്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കും. യാക്കോബിന്റെ ലേഖനം നമുക്കറിയാം, ജെയിംസ് chapter 1 verses 13. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. Let no one say when he is tempted, I am being tempted by God. For God cannot be tempted by evil, and he himself does not tempt anyone. അവിടെ എന്നിട്ട് പിന്നെ എങ്ങനെ ടെംപ്റ്റ് ആകുന്നു? 14-ാമത്തെ വാക്യം, but each one is tempted when he is carried away, enticed by his own lust. Then when lust is conceived, it gives birth to sin, and when sin is accomplished, it brings forth death. അതിന്റെ മലയാളം പറയുന്നു,
ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ. ദൈവം ഒരിക്കലും നമ്മളെ പ്രലോഭിപ്പിക്കത്തില്ല. ദൈവം നമ്മളെ പരീക്ഷിക്കും, പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടും. ദൈവം നമ്മളെ ശോധന ചെയ്ത് നമ്മളെ കഷ്ടങ്ങളിലൂടെ നമ്മളെ ശോധന ചെയ്യും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ പ്രലോഭിപ്പിക്കത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗോഡ് വിൽ നോട്ട് ടെംപ്റ്റ് us. പിന്നെ എങ്ങനെയാണ് ടെംപ്റ്റ് ചെയ്യുന്നത്? അവർ ഓൺ ഡിസയേഴ്സ്. ആൻഡ് ഡെവിൾ വിൽ കനോട്ട്. നമ്മൾ പലപ്പോഴും പിശാചിനെ ബ്ലെയിം ചെയ്യും, അല്ലേ? പിശാചിനെ ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യാനൊക്കത്തില്ല. വെൻ ദ ഡെവിൾ Satan went to the Garden of Eden, he didn't physically pluck the fruit and gave it to Eve and told, eat it. No, he didn't say that. He just told Eve, look how beautiful that fruit is. എത്ര മനോഹരമായ പഴമാണ് കിടക്കുന്നത്. അവന് വേണമെങ്കിൽ അത് കടിച്ചെടുത്ത് വേണമെങ്കിൽ അവയുടെ കയ്യിലോട്ട് കൊടുക്കാമായിരുന്നു, ഇപ്പം തിന്നെന്നും പറഞ്ഞു. ചെയ്തില്ല. അവൻ സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. അവൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവളും നോക്കി, ശരിയാണല്ലോ. ഇതാണ് പിശാചിന്റെ ആദ്യം മുതലുള്ള പരിപാടി. ഇപ്പോഴും അവൻ അതായി. He will put suggestions in our mind. It's Satan's job to suggest and entice us. He will keep on doing it. അപ്പോൾ ഈ സജഷൻ ഒരു സൈഡിൽ, നമ്മുടെ ആഗ്രഹം ഒരു സൈഡിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് പാപത്തിലേക്ക് നീങ്ങുന്നത്. Unless and until desires and the suggestions of the Satan come together, it will not materialize into a sin. So we need to curb our desires and we can be victorious. അപ്പോൾ യേശുവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, immorality does not start in one's actions but in the eyes and then moves to the heart. അത് പ്രവൃത്തിയിൽ വരുന്നതിന് മുമ്പ് എവിടെ കയറും? കണ്ണുകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് കയറും. അവിടെ നിന്നാണ് ഇത് പ്രവൃത്തിയിലേക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കർത്താവ് രണ്ടാമത് പറയുന്നത് സർജിക്കൽ കാര്യം പറയുന്നല്ലോ, കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറയുന്നത്. വി മസ്റ്റ് മേക്ക് റാഡിക്കൽ സ്റ്റെപ്സ് ടു റിമൂവ് വാട്ട് സ്റ്റേഴ്സ് അപ്പ് ദ ലസ്റ്റ്. ഈ മോഹം ജനിപ്പിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ക്യാൻ റിയലി ബി സോ ഡേഞ്ചറസ്. നമ്മൾ ഓർക്കും ഇതിനകത്ത് ആർക്ക് ജീവിക്കാൻ പറ്റും, ആർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെങ്കിൽ നമുക്കറിയാം, അനേകർ ഇതിൽ തകർന്നു പോയ കുടുംബങ്ങൾ, തകർന്നു പോയ ജീവിതങ്ങൾ, തകർന്നു പോയ അനേകരെ നമുക്ക് ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് കാണാം. അനേക ദൈവദാസന്മാർ, ദുഃഖകരമെന്ന് പറയട്ടെ, അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയത് ഇങ്ങനെ തട്ടിപ്പോയത് കൊണ്ടാണ്. പിന്നെ അവർക്ക് ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി പോയി. നമുക്ക് ആ കുഴപ്പം സംഭവിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ ഈ COVID-19 ബന്ധപ്പെട്ട ഒരു വിഷയമല്ലെങ്കിലും നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ടും ഞാനിത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നിത്യനരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്താണ് വ്യഭിചാരം, അഡൾട്ടറി അല്ലെങ്കിൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സെക്ഷൽ ആക്ടിവിറ്റി ഔട്ട്സൈഡ് മാരേജ്. സെക്ഷൽ ഇമ്മോറാലിറ്റി എന്താണ്? അത് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് പിശാചിന് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറാൻ ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുക. വി ആർ ഓപ്പണിംഗ് എ ഡോർ to the devil to enter into our lives, and it damages our lives, it damages our family, it damages our children, it damages our relationship with Christ. നമ്മുടെ ജീവിതം തകരും, നമ്മുടെ കുടുംബജീവിതം തകരും, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം തകർന്ന് തരിപ്പണമാണ്. ആമേൻ. കാരണം നമുക്കറിയാം, ഇതിൽ തട്ടി വീണ ഒത്തിരി പേരെ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ശിംശോൻ നമുക്കറിയാം, വളരെ ശക്തനായ ദൈവം ഉപയോഗിച്ച തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവൻ അതിനകത്തുനിന്ന് വീണിട്ട് അവൻ എവിടെ പോയി അവസാനിച്ചു. എന്നാൽ ജയിച്ച ഒത്തിരി പേരെ ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഐ എം നോട്ട് ടെല്ലിങ് ഇറ്റ്സ് ഈസി. ഇത് ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ. ബട്ട് ജീസസ് വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ദിസ് സ്പിരിറ്റ് ഓഫ് ഇമ്മോറാലിറ്റി. ഇത് നമ്മളെ നരകത്തിൽ എത്തിക്കുന്ന ഒരു ദോഷമാണെന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് നമ്മൾ ഈ ഭാഗം നമ്മൾ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന Lord has set all the sexual expression within the covenant of marriage. All the other relationship is adultery. Lust yielded becomes a habit. A habit not resisted can become an addiction. അപ്പോൾ ദൈവം പറയുന്നു, ഫ്ലീ ഫ്രം ഇമ്മൊറാലിറ്റി. ഓടാനാ പറഞ്ഞു. യോസേഫ് ഓടിയതുപോലെ ഓടാനാ പറഞ്ഞത്. താന് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോട് ദൂത് പറയുമ്പോൾ അതിനകത്ത് 2 സഭകളോട് പറയുന്ന ദൂതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2:12 വാക്യത്തിലാണെന്ന് തോന്നുന്നു. പെർഗമോസിലെ സഭയുടെ ദൂതിനെ, ആ സഭയോടുള്ള ദൂതിനെ പറ്റി പറയുമ്പോൾ അവിടെയും ചില ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ
അവരോട് കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ നിങ്ങളോട് പോരാടും. 2:16 റെവലേഷൻ 2:16 അല്ലെങ്കിൽ 2:14 ഓൺവേർഡ്സ് ആണ് ആ വാക്യം. ഞാൻ അത് നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് എടുത്ത് വായിക്കുക. പിന്നീട് അതിൻ്റെ 2:12 നമ്മൾ അത് വായിച്ചത്. 2:18 തുയഥേര സഭയിലെ ദൂതനോട് പറയുമ്പോൾ അവിടെയും പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ദുർനടപ്പാചരിക്കുന്ന ഒരു കാര്യം അവിടെ പറ്റി പറയുന്നുണ്ട്. അവിടെയും പറയുന്നു, ഞാൻ അതിന്റെ 22 വാക്യം, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടായിക വലിയ കഷ്ടത്തിലുമാക്കുമെന്ന് ഒരു സഭയോട് ദൂത് പറയുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമാണ്. ശക്തമായ ഭാഷയിൽ അങ്ങനെയുള്ള ഒരാൾക്കാരോടുള്ളവരെ ദൈവം കഷ്ടത്തിലാക്കും, അവരെ കിടപ്പിലാക്കും, അവരെ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ അവളെയും അവളുടെ മക്കളെയും കൊന്നുകളയുമെന്നുള്ള വളരെ ശക്തമായ ഭാഷയിൽ സഭയോട് പറയുന്ന ദൂതാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ജയത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? ആമേൻ. നമ്മൾ മുമ്പേ വായിച്ച യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ജെയിംസ് ചാപ്റ്റർ 1:21 1:21 വളരെ മനോഹരമായ വാക്യം. ഇന്ന് അത് വായിച്ചപ്പോൾ എനിക്കത് തോന്നി. ഞാൻ പല പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ടെങ്കിലും അത്രയും അതിൻ്റെ ആഴം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ മലയാളത്തിൽ നിന്ന് വായിക്കാം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഇംഗ്ലീഷ് അത് ഇച്ചൂടെ ജെയിംസ് ചാപ്റ്റർ 1:21. Therefore lay aside all filthiness and overflow of wickedness, and receive with meekness the implanted word which is able to save your souls. So ഇത് പുറത്തേക്ക് തള്ളണമെങ്കിൽ എന്തോ ചെയ്യണം? ദൈവവചനം നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കണം. അത് നമ്മളെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനം വായിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കുക. ദൈവവചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പം നമുക്ക് പുറമേയുള്ള മനുഷ്യനുണ്ട്. ഈ പുറമേയുള്ള മനുഷ്യൻ ഈ കണ്ണുകൾ കൊണ്ടാണ് എല്ലാം കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ അകമയുള്ള മനുഷ്യനും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ പൗലോസ് പറയുന്നത് പോലെ ഈ പുറമേയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യൻ തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ട്. ഒരു വാർ നടക്കുകയാണ്, ഒരു യുദ്ധം നടക്കുകയാണ്. പൗലോസ് അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവുക, പക്ഷെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുക. പുറമേയുള്ള മനുഷ്യൻ പ്രായമാകുന്നു, ശരീരത്തിൽ ക്ഷീണമുണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, പക്ഷെ ആത്മീയ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലം പ്രാപിക്കണം. അപ്പോൾ ഈ പുറമേയുള്ള മനുഷ്യന്റെ മേൽ ജയിക്കാനായിട്ട് അകമയുള്ള മനുഷ്യനെ ഫീഡ് ചെയ്താൽ മതി. അകമയുള്ള മനുഷ്യന് കൂടെ, ഇഫ് യു ഫീഡ് ദ ഇന്നർ മാൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം കൂടുതലായി നമ്മുടെ അകമയുള്ള മനുഷ്യനെ ഫീഡ് ചെയ്യുമ്പോൾ പുറമേയുള്ള വികാരങ്ങൾ, ആ വിചാരങ്ങൾ തളരുവാനായിട്ടിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. ഫീഡ് ദി ഇന്നർ മാൻ മോർ. ആമേൻ. ഹല്ലേലൂയ. കട്ട് ഓഫ് ദ തിങ്സ് വിച്ച് മേക്സ് അസ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ, അതിനെ കട്ട് ചെയ്യുക. ആമേൻ. നമുക്കറിയാം ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന എല്ലാം വളരെ, if you look at all the entertainment industry, all the things which come out of entertainment industry, we think that നമ്മുടെ ഈ വിഷ്വലായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ ഇതിൽ അതെല്ലാം കറക്റ്റ് ആണെന്ന് ഓർക്കും. ഈ സീരിയലുകളൊക്കെ കണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അതൊക്കെ റിയൽ ആയിട്ടാണെന്ന് തോന്നുന്നു. അവർ ഒരു ദിവസം ഒന്നായിട്ട് അഭിനയിക്കും, അടുത്ത ദിവസം വേറെ എന്തെങ്കിലും അഭിനയിക്കും. അത് കണ്ട് കരയാനിരിക്കും നമ്മളെല്ലാവരും, അല്ലേ? പക്ഷെ അതെല്ലാം വെറും അഭിനയങ്ങളാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സിലോട്ട് ഇതൊന്നും കയറ്റരുത്. ഞാനിത് പറഞ്ഞ എല്ലാം കാണരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത് കണ്ട് എന്താ വെച്ചാൽ കർത്താവ് പറയുന്നത്, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന, നമ്മളെ സ്വപ്നലോകത്തിലാക്കുന്ന ഇതിനെ ഒന്നും നമ്മൾ കൂടുതലായിട്ട് കാണാതെ നമ്മുടെ ദൈവവചനം വായിക്കുക. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി തീരട്ടെ. പിന്നെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവം കൃപാലുവായ ദൈവമാണ്. ആമേൻ. ഹി വിൽ ഹെൽപ്പ് us in this struggle. ഞാനൊരു വാക്യം വായിക്കട്ടെ. 119 സങ്കീർത്തനം, Psalms 119 verses 36 and 37. 119 സങ്കീർത്തനം അതിന്റെ 36-37 വാക്യങ്ങൾ. Incline my heart to your testimonies. അവനൊരു പ്രാർത്ഥനയാണ്. Incline my heart to your testimonies. And not to covetousness. Turn away my eyes from looking at worthless things, and revive me in your way. അതൊരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കട്ടെ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്ക്കുമാറാക്കണമേ.
വ്യാജത്തേക്ക് നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ടേൺ മൈ ഐസ് അവേ ഫ്രം ബർത്ത്ലെസ് തിങ്സ്, ഫ്രം വാനിറ്റി. Yes. Amen. Whatever we see in the social media, in the entertainment industry, those people get a lot of money. They act in one day they act like a good man, next day act like a villain, next day act like a policeman. They act different roles and they get a lot of money for that. And they act, sometimes they act good, sometimes they act bad. But we should not take it to our heart and think that is real. Most of the people think that, it's all real, and they take it to their heart and they carry that story throughout. Amen. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, വ്യാജത്തിലേക്ക് നോക്കാതെ, turn my eyes away from worthless things. Amen. God will help us. It's not easy, but God will surely help us. When temptation comes, our spiritual man will fight. നമുക്കറിയാം ഇതൊരു സ്ട്രഗിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസൻ പറയുന്ന ഇപ്രകാരം കേൾക്കുകയുണ്ടായി. പുള്ളി പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ കയറുമ്പോൾ നമ്മുടെ ശരീരം സ്വതവേ അതിനെ ഫൈറ്റ് ചെയ്യും. ബിക്കോസ് വി ഹാവ് ഗോട്ട് ആന്റിബോഡീസ് ഇൻ അവർ ബ്ലഡ്. The body fights against that. ഒരു പനി വന്നാൽ ബോഡി, അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ ബോഡി ഫൈറ്റ് ചെയ്യും. ഒരു വേദന വന്നാൽ അതിന് നമുക്കറിയാം ബോഡി അതിനെ ഹീൽ ചെയ്യാനായിട്ട് ബോഡിക്കുള്ള സിസ്റ്റം ബോഡി ഫൈറ്റ് ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, നമ്മുടെ ആത്മീയരാണെങ്കിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ അതിനെ ഫൈറ്റ് ചെയ്യും. അതാണ് ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. മേക്ക് അവർ ഇന്നർ മാൻ സ്ട്രോങ് ത്രൂ ദ വേർഡ്. കർത്താവ് തൻ്റെ കാന്തയെ ചേർക്കാൻ വരുന്നത് നിഷ്കളങ്കയായ കാന്തയാണ്, നിർമ്മലയായ കാന്തയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധിയോടെ നമുക്ക് സൂക്ഷിക്കാം. യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചു തന്നു. എന്നിട്ട് യേശു പറയുക, നിങ്ങളിങ്ങനെ ജീവിക്കണം, അശുദ്ധി നിങ്ങൾ ചെയ്യരുത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നമ്മളെ ഓരോ സ്ഥലങ്ങളിലാക്കി, കർത്താവിൻ്റെ നാമോത്വത്തിന് വേണ്ടി ആക്കി, കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കർത്താവ് നമ്മളെ ആക്കി. ആ സ്ഥാനത്ത് കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്ന ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ commandments are out of his love. We reciprocate our love towards Jesus Christ who died on the cross for us by obeying his commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അയ്യോ കർത്താവ്, ഇത് ബുദ്ധിമുട്ടാ, ഇതാർക്ക് നടക്കും, ഇതെന്നെ കൊണ്ടൊക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അതിൻ്റെ എല്ലാം ഒടുവിൽ കർത്താവ് പറയും, ഞാൻ നിന്നെ ശാസിക്കുകയും ഞാൻ നിന്നെ ശിക്ഷിക്കുകയും ചെയ്യും. ആമേൻ. അതിനുവേണ്ടി ഇടവരാതെ ദൈവസേനയിൽ നമുക്ക് മടങ്ങി വരാം. ദൈവസേനയിൽ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിക്കാം. നമ്മുടെ ജീവിതത്തെ, ആമേൻ, ഇതൊരു സ്ട്രഗിളാണ്, ഇതൊരു ബാറ്റിലാണ്. നമ്മൾ മരിക്കുന്നത് വരെ ഈ ജഡം നമ്മളെ അങ്ങനെ നമുക്കൊരു ഫൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആമേൻ. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നമുക്ക് വിശുദ്ധിയോടെ നമുക്ക് സൂക്ഷിക്കാം. ആമേൻ. ടേൺ മൈ ഐസ് അവേ ഫ്രം ബർത്ത്ലെസ് തിങ്സ്. ദാവീദ് പ്രാർത്ഥിച്ചു, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ടു ഗോഡ്. നിർമ്മലമായ ഹൃദയം ദൈവമേ നീ എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. എവ്രി ഡേ വി ക്യാൻ പ്രേ ദാറ്റ് പ്രയർ ടു ഗോഡ്. Amen. Hallelujah. Maybe you wouldn't find an instant answer. Amen. Hallelujah. But still, God will help you. I believe that 100%. I believe that. Create in me. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് 19-ാം സങ്കീർത്തനത്തിലെ ഒരു പ്രാർത്ഥന. Let the words of my mouth and the meditations of my heart be acceptable in thy sight. Amen. ലോകമെല്ലാം തലകീഴായിട്ടാണ് നടക്കുന്നത്. ലോകമെല്ലാം അശുദ്ധിയിലാണ് ജീവിക്കുന്നത്. The world is full of filth. Amen. If you say this to a person in the world, they will laugh at you. They will mock at your face. But Jesus is telling out of his love. നമ്മളെ കർത്താവ് ഇത് പറയുന്നത് തൻ്റെ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ്, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ നടക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ പ്രസാദിപ്പിച്ച് എനിക്ക് എന്നെ കർത്താവ് വിടുവിച്ച നരകത്തിലേക്ക് കൊണ്ടുപോകാനല്ല, എന്നെ കർത്താവ് വിടുവിച്ച കർത്താവിൻ്റെ രാജ്യത്ത് കൊണ്ടുപോകാനാണ്. എനിക്ക് എന്ത് വില കൊടുത്തും, ആമേൻ, അതിന് പെയിൻ ആണെങ്കിലും എൻ്റെ കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണം. ഇന്ന് രാത്രികാലം നിങ്ങളൊരു തീരുമാനമെടുക്കുമോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു ഞാനീ പറയുന്ന ആൾ, ഞാനിത് 100% വിശുദ്ധനായിട്ടല്ല ഞാനീ പറയുന്നത്. എനിക്കും സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ജയത്തോടെ മുന്നേറാനാണ്. ജയിച്ചു എന്നല്ല. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ അറ്റൈൻ ചെയ്തു, ഞാൻ പിടിച്ചിരിക്കുന്നത് ഞാൻ നിരൂപിക്കുന്നില്ല. ഞാൻ മുമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഓടാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്. നമുക്കൊരു പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്, അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം.
കരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം കടമീ കരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേ വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേ യേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടി പുഷ്പം ശാരുനിലവൻ താമരയുമേ താഴ്വരയിൽ പുഷ്പം ശാരുനിലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം നീ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടി തൈലം പോൽ നിന്നാമം ആരിൽ സൗരഭ്യം തൈലം പോൽ നിന്നാമം ആരിൽ സൗരഭ്യം വഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ സുഗന്ധമായി മാറ്റിയിടണേ വഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടി ശതരംഗങ്ങളാൽ ശതരംഗങ്ങളാൽ തിരുക്കരം നീട്ടിയെടുത്തണച്ചു തിരുക്കരം നീട്ടിയെടുത്തണച്ചു വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടി തികച്ചിടുവാൻ ഞാൻ തികച്ചിടുവാൻ എന്റെ വേലയെ തികച്ചും കൊണ്ട് എന്റെ വേലയെ തികച്ചും കൊണ്ട് വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടി നന്ദിയോടെ ഞാൻ പാടിയിടുമേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.